പത്തനാപുരം നീതി മെഡിക്കൽ സ്റ്റോർ അഴിമതി കേസ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ ബുധനാഴ്ച രാവിലെ 9 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് നീതി മെഡിക്കൽ സ്റ്റോർ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുൻ ബാങ്ക് പ്രസിഡന്റായ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്ന് വാങ്ങിയ ഇനത്തിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നുവെന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ജസ്റ്റിസ് തോമസ് പി ജോസഫ് ജാമ്യാപേക്ഷ തള്ളിയത്. ബുധനാഴ്ച രാവിലെ 9-നും 10-നും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ദിലീപ് കുമാർ ഹാജരാകണം. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി അന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. കേസിലെ 3-ാം പ്രതിയാണ് ദിലീപ് കുമാർ. 1-ാം പ്രതിയായ ബാങ്ക് മുൻ സെക്രട്ടറി പത്തനാപുരം കിഴക്കേഭാഗം സ്വദേശി ജി ഗോപാലകൃഷ്ണപിള്ളയും 2-ാം പ്രതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരനായ പട്ടാഴി സ്വദേശി ശിവദാസൻ പിള്ളയും നേരത്തെ അറസ്റ്റിലായിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയുടെ കാലത്ത് നടന്ന അഴിമതി പിന്നീട് വന്ന CPM ഭരണസമിതി തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. 2010-ൽ നടന്ന ഓഡിറ്റിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പുതിയ ഭരണസമിതി അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിനൊടുവിൽ ജീവനക്കാരനായ ശിവദാസൻ പിള്ളയെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം പരാതിയുമായി പോലീസിനെ സമീപിച്ച സെക്രട്ടറി ഒടുവിൽ പോലീസ് അന്വേഷണത്തെ തുടർന്ന് കേസിൽ 1-ാം പ്രതിയായി. ഓഡിറ്റ് നടത്തിയപ്പോൾ 50 ലക്ഷത്തോളം രൂപയുടെ മരുന്ന് സ്റ്റോക്കിൽ ഉണ്ടാകേണ്ടിയിരുന്ന സ്ഥാനത്ത് 5 ലക്ഷം രൂപയുടെ മരുന്ന് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഉപയോഗശൂന്യമായ 9 ലക്ഷം രൂപയുടെ മരുന്നും കണ്ടെത്തി. ശിവദാസൻ പിള്ളയെ പോലീസ് ചോദ്യം ചെയ്തതിന്റെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മറ്റ് 2 പേരെയും പിന്നീട് പ്രതി ചേർക്കുകയായിരുന്നു. പത്തനാപുരം SI PA മുബാറക്കിന്റെ നേതൃത്വത്തിൽ SI G രാജുവാണ് അന്വേഷണം നടത്തുന്നത്. PCB ന്യൂസ്, പത്തനാപുരം.